നമസ്കാരം, ഫ്ലവേഴ്സിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ, പവർഡ് ബൈ മൈജി ഫ്യൂച്ചർ. മലയാള സിനിമയിലെ മിമിക്രി രംഗത്തെ 3 വേറെ ഐറ്റങ്ങളെയാണ് നമ്മൾ ജഡ്ജസ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ലെറ്റ്സ് വെൽക്കം ഷാജോൻ ചേട്ടൻ, അസിസിക്ക, നസീർക്ക. മ്യൂസിക് കൊള്ളാം, അടിപൊളി. എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട് കേട്ടോ. നീ ഈ മ്യൂസിക്കിന് വന്നപ്പോൾ സ്റ്റെപ്പ് ഇട്ടില്ലായിരുന്നു. നിങ്ങൾ കമ്പനി തരുവാണെങ്കിൽ നമുക്ക് 4 പേർക്കൂടെ വരാം. അല്ല, ആ മ്യൂസിക് ഒന്ന് ഇട്ട് ഞങ്ങൾ ആ സ്റ്റെപ്പ് ഒന്ന് കാണട്ടെ. എന്തോ സീരിയസ്ലി മ്യൂസിക് കൊള്ളാം, പക്ഷെ നമ്മുടെ എൻട്രി നമ്മുടെ സ്റ്റെപ്പ് ഒന്ന് ആ മ്യൂസിക് ഒന്ന് ഇട്ട് കൊടുക്കുമോ? ഇത് ഞാൻ എനിക്ക് കേൾക്കേണ്ടത്. ഇനി ഞങ്ങൾ ഒരുമിച്ച് എൻട്രി ശരിയല്ല. ഇവിടെ നിന്ന് നമ്മൾ 4 പേര് ഇവിടെ. അങ്ങനെയാണോ? എന്നാ ഓക്കെ. ഇത് നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ആസ്ഥാന സ്റ്റെപ്പായിട്ട് ഇത് പ്രഖ്യാപിച്ചു. ഇതിലൊരു മാറ്റവും ഇല്ല. പക്ഷേ ഡാൻസിൽ എനിക്കൊരു അംഗീകാരം കിട്ടും. ഇത് ഐറ്റം വേറെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു ഐറ്റം ഉള്ളത്. എല്ലാം അടിപൊളി ഐറ്റം വേറെ. പറയൂ പറയൂ, എന്താണ്? പുതിയ ദിവസമാണ്. ഇന്ന് കുറെ ഐറ്റങ്ങളെ കാണാനുണ്ട്. സീരിയസ്ലി, കാരണം കഴിഞ്ഞ എപ്പിസോഡ് അതിഗംഭീരമായി. കാരണം ഇത് ഒരു പ്രേക്ഷകൻ എന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്, അല്ലാതെ അവിടെ കസേരയിരിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിലല്ല. ഗംഭീരമായിട്ട് ഞാൻ ആസ്വദിച്ചു. അത് ജനങ്ങൾ ആസ്വദിക്കുന്നു 100% എനിക്ക് വിശ്വാസമുണ്ട്. അല്ല, സംശയമില്ല. അതുകൊണ്ടല്ലേ ഒരുപാട് പേര് വിളിച്ച് പറയുകയൊക്കെ ചെയ്തല്ലോ. നമ്മുടെ പ്രോഗ്രാം കണ്ടു, അതുപോലെ ഒരു പുതിയ ഷോ ആണെന്ന് നമുക്ക് തോന്നിയില്ല. കണക്ട് ആവുന്നു എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഫീൽ ചെയ്ത കാര്യം തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഫീൽ ചെയ്തത്. എന്തായാലും ഒരു കാര്യം പറയാൻ കേട്ടോ, ഒന്നാമത്തെ ദിവസത്തെ എപ്പിസോഡ് ഇത്ര ഗംഭീരമായിരുന്നെങ്കിൽ രണ്ടാമത്തെ ദിവസത്തെ എപ്പിസോഡ് എങ്ങനെയായിരിക്കും? ഐറ്റം വേറെ. ഓക്കെ, അപ്പൊ 3 പേർക്കും ഒരിക്കൽ കൂടെ നമ്മുടെ ഷോയിലേക്ക് സ്വാഗതം. പ്ലീസ്. ഫ്ലവേഴ്സ് കോമഡി, ഇത് ഐറ്റം വേറെ. ഇവിടെ അൺലിമിറ്റഡ് മാർക്സ് ആണ്. ഓരോ മാർക്കിനും 1000 രൂപ വെച്ച് കിട്ടും. വരിക, പെർഫോം ചെയ്യുക, കൈ നിറച്ച് മാർക്സും പൈസയും വാങ്ങിച്ചിട്ട് പോവാ അല്ലേ? പിന്നെ അങ്ങനെയാണ് ആദ്യത്തെ 3 ഐറ്റങ്ങളെ വിളിക്കട്ടെ. ഒരു കിടിലൻ സ്കിറ്റായിട്ടാണ് വരാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് വെൽക്കം ഇന്നത്തെ എപ്പിസോഡിലെ നമ്മുടെ ആദ്യത്തെ ടീം. നമസ്കാരം ചേട്ടാ, ചേട്ടാ, അൻബീഷ് ചേട്ടാ, നമസ്കാരം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഇതിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഒരുപാട് നാളായിട്ട് നമ്മുടെ പ്രേക്ഷകർ കാണുന്ന മുഖങ്ങളാണ്. ഷാജൻ ചേട്ടാ, എനിക്ക് പേഴ്സണലി എനിക്ക് വളരെ ഇഷ്ടമുള്ള 3 ആർട്ടിസ്റ്റുകളാണ് വന്നിരിക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. ഒന്നും പറയാനില്ല. നിങ്ങൾ ഇനി ഇവിടെ എന്താണ് കാണിക്കാൻ പോകുന്നത്? നിങ്ങളുടെ പെർഫോമൻസ് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് 3 പേരും. സത്യം, ഇവൻ ചുമ്മാ പറയുന്ന കേട്ടോ. ഇപ്പം വെറുതെ പറഞ്ഞപ്പോ പുറത്ത് വെച്ച് എന്നോട് പറഞ്ഞ എന്താണെന്നറിയോ, ഇവന്മാര് വന്നിട്ട് എന്ത് കാണിക്കാൻ. ഈ പരിപാടിയുടെ പേരറിയാലോ, ഇത് ഐറ്റം വേറെ. വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടിരിക്കും. ഇപ്പൊ പറഞ്ഞില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആൾക്കാരാണ്. പക്ഷെ എനിക്ക് ഇവരെ ഭയങ്കര പേടിയുള്ള ആൾക്കാരാണ്. കാരണം ഇനി ഇവരെ മുമ്പ് ഞാൻ എങ്ങനെ ജഡ്ജ്മെന്റ് പറയും എന്നുള്ളൊരു ഭയം എനിക്ക് കിടപ്പുണ്ട്. അപ്പം നിങ്ങൾ അങ്ങോട്ട് തകർക്കും, ഒന്നും നോക്കണ്ട, ഒന്ന് പൊളിച്ചെടുക്കാം. പിന്നെ എനിക്ക് നമ്മുടെ സ്കിറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം, പ്രസാദ് അറിയോ, സൂപ്പർ ഡാൻസറാണ്. പ്രസാദ് ഉഗ്രൻ ഡാൻസറാണ്. പ്രസാദ്, ഒരു റിക്വസ്റ്റ് ഉണ്ട്. നമ്മൾ നേരത്തെ ജീവ കളിച്ച അതിന്റെ സ്റ്റെപ്പ് ഒന്ന്, യഥാർത്ഥ സ്റ്റെപ്പ് ഒന്ന് പറഞ്ഞു. അത് വേണ്ട, എന്നറിയാവോ, ജീവ ഇപ്പൊ ഇവിടെ നല്ല ഞെളിഞ്ഞ് നിൽക്കും. പ്രസാദ് ഇതിനകത്ത് ഒരു സാധനം ഇവിടെ കമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ജീവിക്ക് ഇവിടെ എന്ത് വിലയുണ്ടാവും? വേറൊരുത്തന്റെ കഞ്ഞി പാറ്റി ഇട്ടുകൊണ്ട് വേണോ ജഡ്ജ്മെന്റ് നടത്താൻ? നമുക്ക് ഈ ഐറ്റം സ്കിറ്റ് കഴിഞ്ഞിട്ട് ആ ഐറ്റം കൂടെ വേണം. വേണം. എന്റെ സ്റ്റെപ്പിന് ഒരു സ്കിറ്റിന്റെ ആയുസ് ഗ്യാപ്പ് ലാസ്റ്റ് പോയേക്കോ ഇങ്ങനെ. ഭഗവാനെ, വിഘ്നേശ്വര, തുടങ്ങിയതേ ഉള്ളൂ, വിഘ്നങ്ങളൊന്നും വരുത്തരുതേ. വേണ്ട,
ചന്ദനത്തിന് വെക്കുന്ന സ്റ്റാൻഡ് മൂഷിക എടുത്തോണ്ട് പോയി. എലി അവനുള്ള പെട്ടി ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആകപ്പാടെ ഒരു ബോണ്ട ഉണ്ടായിരുന്നു. ഇനി ബോണ്ട വേണമെന്നും പറഞ്ഞ് ഒരുത്തനെ ഇങ്ങോട്ട് നീ പറഞ്ഞു വിടല്ലേ ഭഗവാനേ. എന്നെ വിളിച്ച ആഹാ പറഞ്ഞു തന്നില്ല. അതിന് ബോണ്ടയ്ക്ക് ആളെയും പറഞ്ഞു വിട്ടാ. അണ്ണാ എന്റെ പൊന്നു മോനെ നീയാടാ. എന്റെ അണ്ണാ അണ്ണ മറന്നില്ലല്ലോ അണ്ണാ. എടാ എനിക്ക് നിന്നെ അങ്ങനെ മറക്കാൻ പറ്റൂടാ. ഇതെന്താണെന്ന് അറിയാടാ? അമ്മിഞ്ഞ അതല്ലേ എടാ ഈ ഓടുന്നത് എന്താണെന്ന് അറിയാമോ? അയ്യ അത് കട്ടുറുമ്പ് തട്ടിക്കള. ഇവിടെ കട്ടുറുമ്പൊന്നും അല്ല. എടാ ഞാൻ ആക്സിഡന്റ് ആയിട്ട് കിടന്നപ്പോ നിന്റെ 5 കുപ്പി ബ്ലഡ് അല്ലേടാ അണ്ണന്റെ ശരീരത്തിൽ കയറ്റിയത്. എനിക്കറിയാം അണ്ണാ. ആ അണ്ണനെ കാണാനല്ലേ അണ്ണാ ഞാൻ ഓടി വന്നിട. എത്ര വർഷമാടാ നിന്നെ കണ്ടിട്ട്. ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് പുള്ളി ചക്കരേ. ചോരണ്ണാ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട്? വിശേഷം ഞാൻ ഇവിടുന്ന് ഒരു പെണ്ണെ പ്രേമിക്കുകയാണ്. നല്ല കാര്യം നല്ല കാര്യം. പക്ഷെ അവൾ ഇറങ്ങി വരാൻ വേണ്ടി ഇങ്ങോട്ട് മുട്ടി നിൽക്കുകയാണ്. വിളിച്ചോണ്ട് വാടാ അണ്ണൻ കൂടെ ഉണ്ട്. അങ്ങനെ വിളിക്കാണ്ട് വാ. അതിനുള്ള ധൈര്യവും ചങ്കുറപ്പും എനിക്കുണ്ടോ? ആലോചിക്കുമ്പോ തന്നെ കൈയും കാലും പറിച്ചിട്ട് വയ്യ. നീ എന്തിനു പ്രേമിക്കാൻ പോയത്? അണ്ണ എങ്ങനെയെങ്കിലും അവളെ ഒന്ന് വിളിച്ചിറക്കി തരണം അണ്ണ. കൈവിട എടാ മാന്യമാറ്റ് ഒരു കഫേ നടത്തി വരുന്നവനാണ് ഞാൻ. എവിടെ? റെസ്റ്റോറന്റ്. എവിടെ? ഹോട്ടൽ. ഞാൻ ഒന്നും കണ്ടില്ലേ. ചായക്കട. അങ്ങനെ വേണ മാന്യമായിട്ട് ജീവിക്കാണ്. എന്റെ 2 മൂക്കിലും പഞ്ഞിയും വെച്ച് എന്നെ പെട്ടിക്കകത്താക്കാതെ നീ പോ. അണ്ണ അങ്ങനെ മാത്രം പറയരുത്. വെള്ളയമ്പലത്തു നിന്ന് വഴുതക്കാട്ടോട്ട് പോകാൻ 2 വഴി. ഇടത്തോട്ട് പോയാലും വലത്തോട്ട് പോയാലും എന്റെ വീട്ടിൽ പോവാം. ഇടത്തോട്ടാണ് ഞാൻ പോയിരുന്നെങ്കിൽ വലത് സൈഡ് ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്ന അണ്ണനെ ഞാൻ കാണുമായിരുന്ന. എന്റെ ഈ ശരീരത്തിൽ നിന്ന് 5 കുപ്പി ബ്ലഡ് അണ്ണന്റെ ദേഹത്ത് കയറ്റാൻ പറ്റും. അതെല്ലാം മറന്നു. എനിക്ക് 5 കുപ്പിയല്ലേ തന്നത്, 6 കുപ്പിയായിട്ട് തരാം. ഈ ശല്യം ഒഴി ഞങ്ങൾ പോകുന്നത്. എന്തൊരു സംസാരം. കാണിക്കണം. ജീവിത പ്രശ്നമല്ലേ അണ്ണ? ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. ഒന്ന് ആലോചിച്ച് നോക്കണ്ട. ഒരാളുണ്ട് അൽമനാമ മനോഹരൻ. അറബിയൊന്നും അല്ലടാ. ഇവിടെ അറബിക്ക് വരെ കുരുട്ട് ബുദ്ധി പറഞ്ഞു കൊടുക്കണ നമ്മളെ നാട്ടുകാരൻ തന്നെ കുരുട്ട് മനോഹരൻ. എന്തോ ചെറിയ വിഷയത്തിന് അറബി നാട്ടിൽ എനിക്ക് പറഞ്ഞു വിട്ട്. അയ്യോ എന്തിനു പറഞ്ഞു ഇങ്ങോട്ട് വിട്ടത്? നിസ്സാരം ഒരു ബീഡി കുത്തി അണച്ചതിന്. അതെന്തൊരു ന്യായം അത്? സാധാരണ ഗൾഫിലൊക്കെ ബീഡി കത്തിച്ചാലേ പ്രശ്നമുള്ളൂ. ഇത് ബീഡി കുത്തി അണച്ചെന്ന് പറഞ്ഞ് ജോലി എന്ന് പറഞ്ഞു വിട്ടു. ഇവിടെ പെട്രോൾ പാടത്ത് 1500 ജോലിക്കാരൻ നിൽക്കുക. ബീഡി കുത്തി അണച്ച് അവന്മാരെല്ലാം കരിഞ്ഞ് അറബിയും കരിഞ്ഞു പോയി. പിന്നെ അങ്ങനെ പറഞ്ഞു വിടാതിരിക്കോ? അളിയാ എനിക്ക് ഇങ്ങനെ ഉള്ളവരെയാണ് ആവശ്യം. വിളി പെട്ടെന്ന് വിളി. വിളിക്കാനൊന്നുമില്ല. സമയം എന്താ ഇപ്പം? സമയം 9:15. കറക്റ്റ് 9:15 മനോഹരൻ മാമൻ എന്റെ കടയിൽ നിന്ന് ഒരു ചായ കൂടി പതിവാണ്. അൽ ഫത്തൽ ചായ സത്തനാല. അൽ ഫല കിഴങ്ങൻ സ്ഥലാല. ഇതല്ലേ പറഞ്ഞത്? എന്റെ മുമ്പ് നിൽക്കണ ഈ കിഴങ്ങൻ ആരെന്ന്? നിന്റെ കിഴങ്ങൻ നിന്റെ അപ്പന ഹോവലാവാസ. എനിക്കോട് അവൻ പറഞ്ഞത് കിഴങ്ങ മാമന്റെ അപ്പനെന്ന് തന്നെ. അൽത്താ ചെവിക്കണ്ട പൊത്തലാല സാ. അല വരെ നിർത്താ സത്തല. പൊത്തലാല. ഇവിടെ അറബി കോമഡി കയറൂല, ഒള്ളി മലയാളം. വന്നാണ് ആ നിൽക്കണ നമ്മളൊരു ചെറുക്കൻ പയ്യനാണ്. 5 പൈസ കുറവുണ്ട്. അത് കണ്ടാ അറിയാം. സംഭവം ഇവ ഒരു പെണ്ണിനെ പ്രേമിക്കുകയാണ്. പെണ്ണിനല്ലാതെ പിന്നെ അവൻ ആനെ പ്രേമിക്കാൻ. അവന് അവളെ വിളിച്ചിറക്കിക്കൊണ്ട് വരണം. അങ്ങനെ അതിനുള്ള ധൈര്യം അവനില്ല. നിങ്ങളാകുമ്പോ കുരുട്ട് ബുദ്ധിയൊക്കെ കാണിച്ച് വിളിച്ചിറക്കിക്കൊണ്ട് വരുമല്ലോ. അതൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, എനിക്ക് പൈസ കിട്ടണം. പൈസയൊക്കെ തരാം. എത്ര വേണം? 5000. എത്ര വേണോ തരാം. എങ്കിൽ 10000. ആദ്യം പറഞ്ഞ 5 ഫിക്സ്. അവിടെ പിടിക്കരുത്. ഞാൻ ഒരു കാര്യം പറയാം. പെണ്ണിനെ ഇറക്കിക്കൊണ്ട് വരാന്ന് പറഞ്ഞാണ്ടല്ലോ, അതിനകത്ത് നിന്റെ തലയ്ക്കകത്ത് ആദ്യം ആള് താമസം വേണം. അങ്ങോട്ട് മാറി മുതുകണ്ടേ. എന്താടാ ഇങ്ങനെ പറയണത്? എടാ എന്റെ മണ്ട കയറ്റി ആളിനെ താമസിപ്പിക്കുക. എന്താ ഉടുപ്പി വിലാസം ലോഡ്ജാടാ? എടാ ഇയാളെ കൊണ്ട് പറ്റൂലെങ്കിൽ പറഞ്ഞു വിടാ അങ്ങോട്ട്. ഇവ ശരിയാവൂല. ഇവ തർക്കുത്തര കോമഡി പറയുന്നു. എന്റെ മാമ അവന്റെ 5 കുപ്പി ചോര എനിക്ക് തന്നതാണ്. ചോര വടിക്കാൻ നീ ആര് ട്രാക്കുള? ഞാൻ ആക്സിഡന്റ് ആയിട്ട് കിടന്നില്ലേ, അവന്റെ ചോരയല്ലേ എന്റെ സിരകളിൽ ഓടുന്നത്. അങ്ങനെ വന്നാണ്. ഞാൻ ഒരു കാര്യം പറ. നീ പറ. മാമ ശരിക്ക് ഗൾഫിൽ പോയിട്ടുണ്ടാ? പോയിട്ടുണ്ടാ? പോയിട്ടില്ലേ? പോയിട്ടുണ്ട്. അവിടെ 100 കണക്കിന് അറബിമാർക്ക് ഞാൻ കുരുട്ട് ബുദ്ധി പറഞ്ഞു കൊടുത്ത് അവരെ കോടീശ്വരന്മാരും ആക്കിയിട്ടുണ്ട്. മനസ്സിലായി നിനക്ക്? നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു ബീഡി കുത്തി അണച്ച ഞാൻ എന്നെ പറഞ്ഞു വിട്ടത്. അയ്യോ അതവൻ പറഞ്ഞു. സത്യം പറയാലേ, ഈ ബീഡി കുത്തി അണച്ചപ്പോഴേ അറബി അങ്ങ് ചത്തിപ്പോയല്ലോ. അപ്പോഴത്തേനും അറബിയുടെ ഭാര്യ വന്നിട്ട് എന്റെ പെടലിക്ക് പിടിച്ച ഒറ്റ ഏറി ഞാൻ നേരെ ചെന്ന് വീണത് ബോംബെയിൽ. ഞാൻ അവിടെ ഷട്ടിയുമായിട്ട് അങ്ങ് കൈ കോർത്തു. നമ്മളെവിടെയൊക്കെ കാലും ഉണ്ടല്ലോടാ ഷട്ടിയായിട്ട് കോർക്കുന്നത്. അങ്ങനെ 3 ഷട്ടിയുമായി ചേർന്ന് ഞാൻ അവിടുത്തെ രാജാവായി. ഇങ്ങനെ 3 ഷട്ടിയുമായിട്ട് അവിടെ ചെന്നപ്പോ രാജാവായി. എനിക്ക് 9 ഷട്ടിയുണ്ട്. അപ്പൊ ഞാൻ അവിടെ പോയിരുന്ന ചക്രവർത്തി അല്ലടാ, ചക്രവർത്തി. അപ്പോഴാണ് ഒരു ആക്സിഡന്റിൽ എന്റെ ഷട്ടി മരിച്ചത്. അപ്പോൾ ഞാനൊരു നഗ്ന സത്യം മനസ്സിലാക്കി. ബോംബെയിൽ ഷട്ടി ഇല്ലാതെ ജീവിക്കുന്നത് അസാധ്യമാണ്.
അതിവിടെ കേരളത്തിലും അങ്ങനെ തന്നെ അസാധ്യം. ഏയ് അങ്ങനെ ഞാൻ ജീവിതം എടുത്ത് ബോംബെയിലെ ചുവന്ന തെരുവിൽ നിന്നും അല്ലല്ല ഞാൻ നേരെ ഓസ്ട്രേലിയയിൽ കുടിയേറി. ഓസ്ട്രേലിയയിൽ വസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓസ്ട്രേലിയൻ കോടതി എന്നെ 7 വർഷം കഠിന തടവിന് വിധിച്ചു. എന്തിന്? കങ്കാരുവിന്റെ സഞ്ചിയിൽ ചാരായം കടത്തി. എന്നിട്ടാ അവന്റെ മോൻ എന്നെ ഒറ്റ കൊടുത്തു. കുഞ്ഞ അവൻ ഞാൻ അവന്റെ കിടപ്പാടം പിടിച്ചടക്കുന്നു. ഞാൻ അങ്ങനെ ജയിൽവാസം കഴിഞ്ഞ് എന്റെ ഓസ്ട്രേലിയൻ ജീവിതം മടുത്തു. അവിടുന്ന് ഞാൻ നേരെ എന്റെ മാതൃരാജ്യത്തേക്ക് വന്നു, ഇന്ത്യയിലേക്ക്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ മാതൃരാജ്യം ബ്രിട്ടീഷുകാർ പിടിച്ചടക്കി വെച്ച്. ഞാൻ ഗാന്ധിജിയുമായി ചേർന്ന് ഉപ്പു സത്യാഗ്രഹം നടത്തി. ജാലിയൻ വാലാബാഗ് കൂട്ടുകൊല, അവിടേക്ക് ഞാൻ സരോജിനി നായിഡു വെടിവെച്ചു. അങ്ങനെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ അത് പണ്ടേ കിട്ടി. അത് കിട്ടിയ പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞ ദൈവികമായ കാര്യങ്ങളാണ്. അത് നാളൊക്കെ നോക്കണം. നിന്റെ പെണ്ണിന്റെ നാളെ തോന്നുന്നു പുരാണ നാടകം. അങ്ങനത്തെ നാട് ഞാൻ കേട്ടിട്ടില്ല. നമ്മളത് മൂലം. അയ്യോ ഈ മൂല ശരിയാവൂല. അതവിടെ വന്നപ്പോഴേ മനസ്സിലായി ശരിയാവൂല. ഇതല്ലത്, പുണർന്നോ മൂലം തമ്മിൽ ഒട്ടിച്ച് ചേർക്കണം. അത്രേ ഉള്ളൂ. സൂപ്പർ പച്ചയാണ്. ചേർത്ത് അങ്ങൊട്ടിച്ച ഒട്ടി അങ്ങിരിക്കും. ഇവന്റെ ചോരയല്ലേ നിന്റെ ശരീരത്തിലോടുന്നു. ഇവൻ അൽഫലാന, നീ ദത്തഫലാന. ഇവന്റെ മുഖലക്ഷണം കണ്ടാ ഇവൻ പെട്ടെന്നൊരു ചതിയിൽ പെടാൻ പോകുവാണ്. അവന്റെ മുഖലക്ഷണം കണ്ടാലറിയാം. എടാ നീ നിന്ന നിപ്പി നിന്റെ കയ്യിൽ നിന്ന് പൈസ പോണെന്ന് അറിയൂല. നിന്ന നിപ്പിൽ എന്റെ ഇത് പൈസ പോണെന്ന് അറിയൂല. പറഞ്ഞു തരാം. 500 രൂപ ദക്ഷിണ വയ്ക്ക്. എനിക്ക് ഈ കാര്യത്തിൽ ഭയങ്കര വിശ്വാസം. പറയാൻ പറഞ്ഞു എന്തോന്ന് പറഞ്ഞു. മാമ പറഞ്ഞതേ ഞാൻ വലിയൊരു ചതിപ്പെടാൻ പോണ്. നിന്ന നിപ്പിൽ എന്റെ പൈസ പോവെന്നറിയോ. ഇതിൽ പരം വേറെ ചതി എന്തോന്ന് ഇരിക്കണ്ട. 500 പോയാ അതാണ്. ആരടാ ഇത്? ദിവ്യനടാ. ദിവ്യ. അയ്യോ പാപം, ഞാനൊരു ദിവ്യനൊന്നും അല്ല മക്കളെ. അയാള് ദിവ്യനല്ലെന്ന്. മാമനല്ല ദിവ്യൻ. വീട്ടിൽ ഇരിക്കണ മാമിയാണ് ദിവ്യൻ. അയ്യോ മാമിയെ കൂടെ കൊണ്ടുവരാത്ത. അയ്യോ മാമിയെ കൊണ്ടുവരാൻ പറ്റൂല. അത് ഭയങ്കര കഥയാണ്. ഈ കല്യാണം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പം അവക്കൊരാഗ്രഹം അവളുടെ വീട്ടിലേക്ക് പോണമെന്ന്. ഞാൻ അങ്ങനെ അവളെ വീട്ടിൽ അവിടെ പോയെ. പാടത്തിന്റെ നടുക്കൂടെ ഒരു വരമ്പ് കിടപ്പും. ഞാനും അവളും കൂടി ഇങ്ങനെ നടന്നു പോകുമ്പം പെട്ടെന്ന് ചന്നം പിന്നെ മഴ പെയ്തു. എന്റെ കാലിൽ കൂടെ അങ്ങനെ ഇഴഞ്ഞങ്ങ് കേറി. വയലല്ലേ, നീർക്കോലിയായിരിക്കും. അല്ല, നൊസ്റ്റാൾജിയ. അതാര് മാമ? എന്റെ അമ്മയുടെ നായ. പെട്ടെന്ന് ഞാൻ അന്തരിച്ചു. വയലിന്റെ അവിടോട്ട് ഇരുന്നിട്ട് തോട്ടിന്ന് വെള്ളം കോരി അവളുടെ മുഖത്തേക്ക്. പിന്നെയും വെള്ളം കോരി. ഞാൻ എന്റെ ഭാര്യയുടെ മുഖത്ത് വെള്ളം ഒഴിച്ചന് നീയൊക്കെ എന്തിനു വികാരം കൊള്ളുന്നത്? അപ്പോഴാണ് അക്കരെ നൃത്തം വിളിച്ചു പറയാ, ആരടാ പെരുമഴയത്ത് വയലിൽ പോത്തിനെ കുളിപ്പിക്കുന്നത്? ഞാൻ അപ്പൊ തന്നെ അവളെ കയറ്റി കെട്ടി. അല്ലല്ല, വീട്ടിൽ കൊണ്ട കയറ്റുന്നു. സത്യം പറയാല, അതിനുശേഷം ഇന്ന് വരെ എന്റെ വെട്ടം കണ്ട അവൾ ഓടി ഒളിക്കും. നിങ്ങൾക്ക് എത്ര പിള്ളേര്? 6 പിള്ളേര്. മുഖവട്ടം കണ്ട ഓടി ഒളിക്കുമ്പോ 6 പിള്ളേരെങ്കിൽ ഡെയിലി മുഖം കണ്ടോണ്ടിരുന്നാലാ. അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ആതിരാത്രിയെ കുറിച്ചൊക്കെ വല്ലതും അറിയാവോ? എനിക്കൊന്നും അറിഞ്ഞൂടാ. അപ്പൊ എനിക്ക് പണിയാ. ഇതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കണേ. ഞാൻ സമയമായി അവൾ ഇറങ്ങി വരാവൂ. അവ എത്ര മണിക്ക് ഇറങ്ങി വരാന്ന് പറഞ്ഞു? 11:15. ഇപ്പൊ സമയത്തായി. 11 കഴിഞ്ഞു. അയ്യോ, ഇനി 15 മിനിറ്റ്. അവസാനം ഒറ്റ വഴിയുള്ളൂ. കൂടോത്തത്തിൽ മതി. നിന്റെ മുട്ടയിൽ പോണ്ട. നീ മുട്ട എടുത്ത് 2 മുട്ടയില് ഡിസ്ചാർജ് കൊല്ലത്ത് പോയി ചോദിച്ചാൽ പെണ്ണിന്റെ ഫോട്ടോ ഉണ്ടോ? ഇല്ല, അവക്ക് ഫോട്ടോ ഇല്ല. അവളെ അച്ഛനൊരു സൈക്കിൾ ഉണ്ട്, അത് മതി. ഫോട്ടോ ഉണ്ടാന്നല്ല ചോദിച്ചത്. പെണ്ണിന്റെ ഫോട്ടോ ഉണ്ടോ? ഫോട്ടോ ഉണ്ട്. അങ്ങോട്ട് പൊന്നെ. ആമാ 2 മുട്ട മതിയാ? ഇത് 2 മുട്ടയെ തീരൂല, 1 ട്രേ മുട്ട വേണം. ഓക്കെ മാമ. ഇവളെപ്പ വരാന്ന് പറഞ്ഞത്? 11:15. എവിടെ വരാന്ന് പറഞ്ഞത്? വില്ലേജ് ഓഫീസിന്റെ സൈഡില്. എന്ത് ബാധ്യത സർട്ടിഫിക്കറ്റ് മേടിക്കാണ്ടോ? അവിടെ ഒരു ആൽമരം ഉണ്ട്, അവിടെ ഒളിച്ചു നിന്നാ ആരും കാണൂലെന്ന് ഇവള് പറഞ്ഞു. 11:30 മണിക്ക് കവിത വരും, വിളിച്ചോണ്ട് പോ. എനിക്ക് കവിതയല്ല വേണ്ടത്, എനിക്ക് ഇവളെ വേണം. 11:30 മണിക്ക് കവിത ബസ് വരും, ഇവളെയും വിളിച്ചോണ്ട് പെട്ടെന്ന് പോടാ. അപ്പൊ അവന്റെ അടുത്ത് പറയണ്ടേ? അവന്റെ മുന്നിൽ എന്നെ നാറ്റിച്ച് അടങ്ങുന്നിയല്ലേ? പോടാ. ഒരു കേസ് മുട്ടയും റെഡി ആയിട്ടുണ്ട്. അയ്യോ, ചെറുക്കൻ പോയാ? അവൻ പോയി. അവനെ അവനെ പറഞ്ഞു വിട്ടാ. അവ ഇപ്പൊ പെണ്ണിനെ കൊണ്ട് പൊക്കാണം. അവന്റെ ഫീസ് തന്നില്ല. ഫീസൊക്കെ ഞാൻ തരാം. എത്ര? അവൻ 5000 രൂപ തരാന്നില്ല. 5000? 7000 ഉണ്ട്. മാമ ഒരു കാര്യം മനസ്സിലാക്കണം. അവന് 7000 അല്ല, 7 ലക്ഷം അല്ല, 7 കോടി കൊടുത്താലും എനിക്ക് അവന്റെ കൂടെയുള്ള സ്നേഹം തീരൂല മാമ. അവന്റെ ഭാര്യ എന്ന് പറഞ്ഞാലേ എനിക്ക് എന്റെ പെങ്ങളെ പോലെ. എങ്ങനെ?
അവന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ പെങ്ങളെ പോലെയാണ്. പെങ്ങളെ പോലെയല്ല, പിന്നെ? പെങ്ങള് തന്നെ. അയ്യോ എന്റെ പെങ്ങള് സുനിത. 7,000 രൂപ സ്ത്രീധനം കൊടുത്ത് സ്വന്തം പെങ്ങളെ കെട്ടിച്ചുള്ള ആദ്യത്തെ വ്യക്തി നീ ആയിരിക്കും. മാമാ അൽ മനാഫ കുരുട്ടു മനോഹരൻ. ഇത് വേറെ ഐറ്റം, ഒരു രക്ഷയില്ല കേട്ടോ. കിടുക്കി. ഷാജൻ ചേട്ടാ, ചേട്ടൻ പറഞ്ഞു തുടങ്ങിയോ? എന്റെ മുത്തുകളെ എന്നാ പറയണ്ട. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ഈ അടുത്തൊന്നും ഞാൻ ഇങ്ങനെ ചിരിച്ചിട്ടില്ല, ചിരിച്ചു മറഞ്ഞു. കിഷോർ ഭായ് എന്താ നിങ്ങൾ ചെയ്യുന്നത്? എന്തൊരു മോഡുലേഷൻ ആയിരുന്നു, എന്തൊരു മോഡുലേഷൻ. പല സ്ഥലത്തും അന്യായ മോഡുലേഷൻ, ചില സമയത്ത് വളരെ ഫ്ലാറ്റായിട്ട് പറഞ്ഞതുപോലെ ഭയങ്കര. അതങ്ങനെ പെർഫോം ചെയ്താന്ന് എനിക്ക് മനസ്സിലായി. അമ്മൂമ്മയുടെ നായരെന്നൊക്കെ പറഞ്ഞ സാധനമൊക്കെ അതേപോലെ തന്നെ എന്തൊരു പെർഫോമൻസ് ആയിരുന്നു. 3 പേര് തകർത്തു. ഒരുപാട് ചിരിച്ചു. ഇതാണ് ഐറ്റം വേറെ. അല്ല, ഇത് എന്തായാലും ഷാജോണേ, കിഷോറിന്റെ ആ ഒരു എൻട്രി തൊട്ടാണ് സാധനം ഒന്ന് കയറി തുടങ്ങിയത്. എന്തായാലും നല്ല രസമായിരുന്നു 3 പേരും കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. നല്ല ഫ്ലോയിലുള്ളൊരു കളിയായിരുന്നു 3 പേരും. എല്ലാ കാര്യങ്ങളും നിങ്ങൾ യൂസ് ചെയ്തു, അവിടെ വെച്ച പ്രോപ്പർട്ടികളെല്ലാം യൂസ് ചെയ്തു. എല്ലാം നല്ല രസമായിരുന്നു, ഗംഭീരമായിട്ടുണ്ട്. ഞാൻ ഇരുന്ന് പറയാൻ ആളല്ല. അയ്യോ അല്ല ഞാൻ പറയട്ടെ. കാരണം കിഷോറേട്ടൻ എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ഗുരുതുല്യനാണ്. പ്രസാദ് ആയിരുന്നാലും ബിജു ആയിരുന്നാലും നമ്മുടെയൊക്കെ ഒരുമിച്ച് കളിച്ച്. കിഷോറേട്ടനൊക്കെ സ്റ്റേജിൽ, അമ്പലപ്പറമ്പിലൊക്കെ സ്റ്റേജിൽ നിന്ന്, സ്റ്റേജിൻ്റെ സൈഡിൽ നിന്ന് ചിരിച്ച് ഞാൻ സത്യം പറഞ്ഞ സ്റ്റേജിൽ നിന്ന് പുറത്ത് വീഴുന്നിട്ടുണ്ട്. അമ്മാതിരി പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കുന്ന ആളാണ് കിഷോറേട്ടനൊക്കെ. അത് മാത്രമല്ല, എന്താ 2 പ്രാവശ്യം എന്നെ മരണത്തിൽ നിന്ന് രക്ഷിച്ച ആളും കൂടെയാണ് അതിപ്പോ പറയണ്ട. നിൽക്കുന്നത്. അതെന്താണത്? എന്താ സംഭവം? ഞങ്ങൾ ഒരുമിച്ച് മിമിക്സിൽ വർക്ക് ചെയ്യുന്നു, മാഗ്നറ്റോയിൽ. അപ്പോൾ ക്യാമ്പിൽ ഞാനും അസീസും മാത്രമേ ഉള്ളൂ, വേറെ എല്ലാവരും പോയി. പെട്ടെന്ന് എനിക്ക് ശ്വാസം മുട്ട് തുടങ്ങി. കിഡ്നി മാറ്റി വെക്കുന്നതിന് മുമ്പ് സംഭവം എനിക്കങ്ങോട്ട് ശ്വാസം മുട്ട്. ഞാൻ കുറച്ച് അസീസ് എനിക്ക് വയ്യ, ഒട്ടും വയ്യ എന്ന് പറഞ്ഞു. എന്ത് നമ്മൾ ശ്വാസം മുട്ട്. അപ്പം നമുക്ക് കാറില്ലെന്ന്. അതെ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ടാക്സി വിളിയെന്ന് പറഞ്ഞു. വിളിച്ച് നേരെ ആറ്റിങ്ങിലെത്തി. അപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്ത് പിന്നെ അല്ലാരിഫ് ഹോസ്പിറ്റലാണ് എൻ്റെ ട്രീറ്റ്മെൻറ്റ്. ആറ്റിങ്ങിലെത്തിയപ്പം ഞാൻ ഔട്ടാവാൻ തുടങ്ങി. ഔട്ടൊരു ഹോസ്പിറ്റലിൽ കയറ്റിയപ്പോഴത്തേനും പറഞ്ഞു ഒരു രക്ഷയില്ല, ഇവിടെ പറ്റില്ല, കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എങ്ങനെ വന്നു? ഞങ്ങൾ കാറിൽ പോരെന്ന് പറഞ്ഞു. ആംബുലൻസിൽ കയറ്റാൻ പറഞ്ഞു. ആംബുലൻസിൽ കയറ്റി അവിടെ ചെന്നപ്പം ബോധം പോയി. പിന്നെ കയറ്റിയിട്ട് ഇല്ല, എന്തോ സാധനം നെഞ്ചത്തോ ചിടിക്കുമല്ലോ, അങ്ങനെയാണ് തിരിച്ചു കൊണ്ടുവന്നത്. രണ്ടാമത് ഞങ്ങൾക്ക് ഒരു ദിവസം രാത്രി പ്രോഗ്രാം കഴിഞ്ഞ് ബുഹാരിയിൽ പോയി കാപ്പിയൊക്കെ കുടിച്ച് തിരിച്ച് സെക്രട്ടറിൻ്റെ അതിലെ ഇങ്ങനെ വരുമ്പം വന്ന് എന്നെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടാണ് അസീസ് പോണത്. വെള്ളയമ്പലം എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു അസീസെ എനിക്ക് വയ്യ എന്ന് പറഞ്ഞു. ആണോ എന്ത്? ഞാൻ പറഞ്ഞു ഒട്ടും വയ്യ, ഞാനിപ്പോൾ വീടെന്ന് പറഞ്ഞു. പെട്ടെന്ന് വീട്ടിൽ ഫോൺ വിളിച്ച് വൈഫിൻ്റെ അടുത്ത് ചേച്ചി പേപ്പറും എല്ലായിടത്തും വെളിയിൽ നിന്നില്ലെന്ന് പറഞ്ഞു. എല്ലായിടത്തുനിന്ന് വന്ന് വണ്ടി കയറ്റി തിരിച്ചു. വണ്ടി അന്ന് അസീസിന് ഓടിക്കാൻ വലിയ ഇതില്ല, പക്ഷേ അസീസ് പറക്കുക. വണ്ടി പോകുമ്പോൾ ഞാൻ പോയി സത്യം 100 പറന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് കയറ്റി നേരെ ICUവിൽ ബോധം പോയി. പിറ്റേന്നാണ് ബോധം തിരിച്ചു വരുന്നത്. ആ 2 സാഹചര്യത്തിലും അസീസ് ഇല്ലെങ്കിൽ ഞാനെന്ന് പറയുന്ന കലാകാരൻ ഇപ്പോൾ ഇവിടെ നിൽക്കും. അത് ഞാനല്ല, ദൈവം എന്ന് പറയുന്ന ദൈവാനുഗ്രഹമാണ്. പക്ഷേ രൂപത്തിൽ ദൈവം അവിടെ വന്നു എന്നുള്ളതാണ്, അത്രേ ഉള്ളൂ. പക്ഷെ അങ്ങനെയുള്ള ഒരു കലാകാരനെ ഞാൻ അങ്ങ് വിട്ടുകൊടുക്കുമോ? എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കാൻ നോക്കോ? പക്ഷേ ഗംഭീരം. ഇതിനെക്കുറിച്ച് എനിക്ക് ഒന്നും പറയാനില്ല. ഇതാണ് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന, ആർട്ടിസ്റ്റുകളുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന. ഇത് ഐറ്റം വേറെ. അപ്പൊ നമുക്ക് മാർക്ക് ചോദിക്കുമല്ലേ? തീർച്ചയായിട്ടും. ഓരോ മാർക്കിനും 1000 രൂപ വെച്ചിട്ടാണ് നമ്മൾ കുറെ കൊയ്യും. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാനൊരു 10 മാർക്ക് കൊടുക്കുകയാണ്. 10 മാർക്ക് എന്ന് പറയുന്നത് 10000 രൂപയാണ്. അക്കൗണ്ടിൽ ഒരു 10000 കയറി. എന്നാൽ എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ 15 മാർക്ക് കൊടുക്കുകയാണ്. അപ്പൊ ടോട്ടൽ 25 മാർക്ക്, 25000 രൂപ. ഇനി ഞാൻ ഒരുപാട് ചിരിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ ഒരു കാര്യം അറിയാലോ, ഏതെങ്കിലും ഒരു ജഡ്ജിന്റെ മാർക്ക് ഹൈഡ് ആയിരിക്കും. അതെ, ഓക്കെ റെഡി. അപ്പൊ എത്രയാണ് ടോട്ടൽ മാർക്സ് നോക്കാം. ടോട്ടൽ എമൗണ്ട് എത്രയാന്ന് നോക്കാം. കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ സമ്മതിക്കുമോ? അതെ, സമ്മതിക്കാൻ പാടില്ല. അപ്പൊ ടോട്ടൽ 50000 രൂപ. അടിപൊളി. ഇത് ഐറ്റം വേറെ. അപ്പൊ ഇതേപോലെ ചിരിച്ച് കൊല്ലാൻ ഇനി വരണം. ഓക്കെ. അല്ല, വേറെ പ്രധാനപ്പെട്ട ഐറ്റം ഉണ്ട്. നമ്മുടെ ഡാൻസ് കമ്പോസിംഗ് നടന്നിട്ടില്ല. അത് പറഞ്ഞു. വേറൊരു കലാകാരന്റെ അതപ്പതിനും കണ്ട് ആസ്വദിക്കാനല്ലേ? ചെയ്തോളൂ ചേട്ടാ. അല്ല, ആ മ്യൂസിക് വേണ്ട, വേറൊരു പാട്ടിട്ട് കൊടുത്തു.
അപ്പൊ ഒരിക്കൽ കൂടെ ഇവർക്ക് 3 പേർക്ക് ഒരു ഉഗ്ര കയറി കേട്ടോ. അടുത്ത ഐറ്റം ടീമിനെ വിളിക്കട്ടെ. പിന്നെ വിളിക്ക്. ഓക്കെ, ഇന്നത്തെ എപ്പിസോഡിലെ അടുത്ത ഐറ്റം ടീം, ലെറ്റ്സ് വെൽക്കം. വിളിക്കാൻ റെഡി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാരും ഒന്ന് പരിചയപ്പെടാതെ തന്നെ. അമ്മച്ചിയുടെ പേര് നന്ദു. നന്ദു അമ്മച്ചി എവിടുന്നാ വരുന്നത്? ഞാൻ കൊല്ലം പാരപ്പള്ളി. ഇത് നന്ദുവിന്റെ ആദ്യത്തെ സ്റ്റേജ് ആണല്ലേ? അത് ആദ്യത്തെ സ്റ്റേജ്. ഉഷാറാവട്ടെ. ഓ, ഫസ്റ്റ് സ്റ്റേ ആണല്ലേ? ഉഷാറാവട്ടെ. അടിപൊളി മോനെ, തകർക്ക്. ഓക്കെ, ബ്രദറിന്റെ പേര്? സിബി. സിബി എവിടുന്നാ? തിരുവനന്തപുരം പാപ്പനംകോട്. ഉറപ്പാണോ? എന്തൊരു സംശയമുള്ള പോലെ. പാപ്പനംകോട് തിരുവനന്തപുരം. സിബി എന്താ ചെയ്യുന്നത്? ഞാൻ പോപ്പുലറിൽ സെയിൽസ് മാനായിട്ട് വർക്ക് ചെയ്യുന്നു. അടിപൊളി. സെയിൽസ് ഒക്കെ എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? എല്ലാം ഇത് കഴിഞ്ഞ് കുത്തനെ കയറണം. ഓക്കെ. ചേട്ടാ? ശരത്ത്. ചേട്ടൻ എവിടുന്നാ? നൂറിനാട്. ഓക്കെ. മീൻകറി കിട്ടുന്ന സ്ഥലം. സൂപ്പർ. ആണോ? മീൻകറിയോ? അയ്യോ, ആണോ? നമ്മള് പൊളിക്കുമല്ലേ? തീർച്ചയായിട്ടും. ഇത് ഐറ്റം ഓക്കെ. ചേട്ടാ? നന്ദു പുതിയ ആളാണെന്ന് പറഞ്ഞു ഈ ഒരു ഫീൽഡിൽ, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജ് പെർഫോമൻസിന്റെ ഇതിൽ. നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാണ്? ഇതിനു മുമ്പ് കുറെ ചെയ്തിട്ടുണ്ടോ അതോ? ഇല്ല, പുതിയതാണ്. ഇയാളോ? ഇവിടെ വന്നിട്ടാണ് പരിചയപ്പെടുന്നത് എല്ലാവരും. അതല്ല, ഇതിനു മുൻപ് ഇതേപോലത്തെ പെർഫോം ചെയ്തിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈമാണ്. കന്നി സ്റ്റേജ് എന്തുകൊണ്ടും തുടങ്ങാൻ പറ്റിയ നല്ല ഐശ്വര്യമുള്ള സ്റ്റേജാണ്. ഗംഭീരമായിട്ടും കൊണ്ട് പെർഫോം ചെയ്യാൻ ഒരു ടെൻഷനും വേണ്ട. എല്ലാം ഫുൾ സപ്പോർട്ട് എടുത്തത് ഞങ്ങൾ 4 പേരുണ്ട്. പിന്നെ രതീഷ് ഫാമിലി എല്ലാ സപ്പോർട്ടും ഉണ്ട്. ഓക്കെ. അപ്പം ഇത് ഐറ്റം വേറെയാണ്. ഓൾ ദ ബെസ്റ്റ്. കന്നി സ്റ്റേജ് പൊളിച്ചടിക്കര്. എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും. ഓക്കെ. ഒന്നല്ല, നിങ്ങൾ എന്തോ കിടന്ന് കാണിക്കുന്നത്? ഇത് തേങ്ങ അല്ല, മാങ്ങ. നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ലോ? എനിക്കറിയാൻ വേണ്ടി ചോദിക്കുവേ. എന്നാടാ നീ? അയ്യോടാ, എന്നാടാ ചേട്ടാ ഈ കിടക്കുന്ന കരിയില എടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കാൻ പറ്റും. നിങ്ങൾ മാറ്റി വെച്ചോ? പൊന്നു മോനെ, ഞാൻ ഈ മുട്ടുമടക്കി നടുവളച്ച് ഈ ഇരിക്കുന്ന കരിയില ഇവിടുന്ന് എടുത്ത് ഇവിടെ കൊണ്ട് വെക്കാൻ അമ്മച്ചിക്ക് വയ്യട മക്കളെ. വയ്യുന്നു. ഓ, ഈ ഇരിക്കുന്ന കൊട്ടയിലെ കരിയില എടുത്തിട്ട് ഇവിടെ കൊണ്ട് വെക്കാൻ നിങ്ങളെ കൊണ്ട് വയ്യട മക്കളെ. ഈ ഫോണിനകത്ത് കിടന്ന് കുത്തിമറിയാൻ നിങ്ങളെ കൊണ്ടാണ്. ദാറ്റ് ഈസ് മൈ ഹാപ്പിനെസ്. ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കിയിട്ട് വേറെ എലി അത് ഇതൊക്കെ ഈ എലിയെ കൊല്ലം നിങ്ങളോട് വിഷമക്കാൻ പറഞ്ഞ നിങ്ങൾ വെച്ചോ? എടാ, നീ പറഞ്ഞതിന്റെ പിറ്റേ ഞാൻ എലിയെ കൊല്ലാൻ വേണ്ടി ബ്രെഡിന്റെ 4 മുകളിൽ വിഷം ബ്രെഡ് വെച്ചതാണ്. എന്നിട്ട് ആ കള്ള പന്നി ഒന്ന് അതിന്റെ സെന്റർ മാത്രം തിന്നിട്ട് ആ ഫ്രെയിം എടുത്ത് അതിന്റെ തലക്കോട്ട് എന്റെ ഫ്രണ്ട് കൂടെ ചലക്കോ പിളക്കോ ഓടി കളിക്കുക. ഓ ഹരി രാമകൃഷ്ണ ജഗന്നാഥ് പ്രേമാനന്ദേ സർവസ് പാനിയാകയാ. നിങ്ങളോട് ഞാൻ പറഞ്ഞു കേട്ടോ, എല്ലാം കൂടെ കണ്ടിട്ട് എന്റെ വെക്കട്ടോ ഒന്ന് കേരളം ഞാൻ പറഞ്ഞു കേട്ടോ. എന്തോന്ന് വിഷമം. അയ്യോ, വിഷമിക്കട്ടെ. അതെ, എനിക്ക് വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയണം. അമ്മേ, എന്തോന്നല്ലേ? നീ സീരിയസ് ആയിട്ട് എന്തോ പറയാൻ പോലെയാണ്. നേരത്തെ കൂട്ടി എക്സ്പ്രസ് ചെയ്തതാ. അയ്യോ, അതല്ലെന്ന്. എനിക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. അപ്പൊ വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. നീ പണ ഈ നാട്ടിലെ ഒരു ചെറുക്കനും പെണ്ണും തമ്മിൽ ഇഷ്ടത്തിലാണ്. അവ രാവിലെ പോയി കണ്ടുപിടിച്ചോണ്ട് വന്നാക്കുന്നു. അത് ഈ നാട്ടിലെന്നല്ല, എല്ലാ നാട്ടിലും അങ്ങനെ തന്നെ. ചെറുക്കനും പെണ്ണും തമ്മിൽ ഇഷ്ടത്തിലാവും. പക്ഷെ ആ ചെറുക്കൻ ഞാനാണ്. പെണ്ണ് ഈ നാട്ടുകാരി അല്ലേ? എങ്ങനെ മനസ്സിലായി? ഏതെങ്കിലും പെണ്ണ് ഈ നാട്ടിലെ പെണ്ണ് വരുമോ എന്നിട്ട് പറയേ? എന്നെ കളിയാക്കരുത് കേട്ടോ. അല്ലാതെ നിങ്ങൾ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും അവളെ ഞാൻ കെട്ടും, അവളെ ഞാൻ കൊണ്ടുവരികയും ചെയ്യും. നിന്റെ കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കൂല. ഞാൻ അവളെ കെട്ടും, ഞാൻ അവളെ കൊണ്ടുവരികയും ചെയ്യും, വിളിച്ചിറക്കി കൊണ്ടുവരികയും ചെയ്യും. ഇതാണ് ഇപ്പോഴത്തെ പിള്ളേരെ കുഴപ്പം. എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ കല്യാണം. അതൊക്കെ ഞങ്ങളുടെ കാലത്ത്. നിങ്ങളുടെ കാലത്ത് എന്തുവായിരുന്നു? നിങ്ങളെ എങ്ങനെ ഇവിടെ കൊണ്ടുവന്നത്? എങ്ങനെ കൊണ്ടുവന്നു? എന്റെ അപ്പൂപ്പൻ കാർണിവലിൽ വളയം എറിയാൻ പോയി. വളയം വന്ന് നിങ്ങളുടെ തലയിൽ കൂടെ വീണ് നിങ്ങളെ സമ്മാനം കിട്ടിയതല്ലേ ഇവിടെ? അല്ല, നിങ്ങളെ കെട്ടിക്കൊണ്ട് വന്നൊന്നുമല്ലല്ലോ. എങ്ങനെ കിട്ടിയ എന്താ? അങ്ങനെ ഞാൻ പൊന്നുപോലെ നോക്കിയത്. ഈ പൊന്നു പോലെ നോക്കി വളർത്തിയ ആളെങ്ങനെ ആ ചത്തത്? അതൊന്ന് പറഞ്ഞു. അത് നിന്റെ അപ്പൂപ്പന്റെ കയ്യിരിപ്പ്. എന്തോ കയ്യിലിരിപ്പ്? അങ്ങേർക്ക് രാവിലെ മുങ്ങി കുളിക്കുന്ന സ്വഭാവമുണ്ട്. അങ്ങേര് താഴത്തെ കുളത്തിൽ പോയി 1 മുങ്ങി പൊങ്ങി, 2 മുങ്ങി പൊങ്ങി, 3 മുങ്ങി പൊങ്ങിയത് ഇല്ല. ഞാൻ പോയി വർക്കല മുങ്ങി. എന്തോ പിന്നെ ബലിയിടണ്ടേ? നിങ്ങൾ ഇനി എന്തോ പറഞ്ഞാലും, ചത്ത് വീണെന്ന് പറഞ്ഞാലും ഞാൻ അവളെ കെട്ടും, ഞാൻ അവളെ സ്വന്തമാക്കുകയും ചെയ്യും. എന്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം നീ അവളെ ഒന്ന് ജീവിക്കാൻ സമ്മതിക്കില്ലടാ. നമുക്ക് കാണാം കേട്ടോ. കാണാം. അമ്മൂന്റെ വീടല്ലേ? അമ്മൂന്റെ വീടല്ലേ എന്റെ വീടാണ്. നീ ഏതാടാ കൊച്ചേ? അയ്യോ, എന്റെ മനസ്സിലായില്ലേ? ഞാൻ പ്രശസ്ത ഫോട്ടോഗ്രാഫർ കുമ്പള അമ്പിളി. മക്കളെ 2 എന്താ കുമ്പളപ്പം? അയ്യോ, അതല്ലെന്നേ, എന്റെ പേരാ പറഞ്ഞേ. കുമ്പള അമ്പിളി സ്റ്റിൽ ഫോട്ടോഗ്രാഫർ. അത് പറയണ്ടേ? അമ്മച്ചിക്ക് പ്രായമായില്ലേ, അതുകൊണ്ടല്ലേ. ഏതാ ചായപ്പിലോട്ട് ഇറക്കി പോയി. എന്ത് സ്റ്റീൽ പൈപ്പ് കൊണ്ടുവന്നു? എന്റെ പോലെ ദൈവമേ, ഞാനിത് ആരോട് പറയാനാ? സുഹൃത്തെ, അമ്മ പറഞ്ഞാണ് ഞാൻ ഇവിടെ വന്നത്. അവക്ക് എന്തോ റീൽസ് എടുക്കണമെന്നോ വൈറലാവണമെന്നോ എന്നും പറഞ്ഞ് ലൊക്കേഷൻ അയച്ചത് ഈ വീട്. അതൊക്കെ എടേ, നീ പറഞ്ഞ അമ്മൂന്റെ വീട് ഇതല്ല സുഹൃത്തെ. ഒരു കാര്യം ചെയ്യും, ലൊക്കേഷൻ അയച്ച നമ്പർ ഇല്ലേ, അവിടെ ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്കുക. അപ്പൊ കാര്യം കഴിച്ചില്ലേ? സോറി.
എന്തോന്നല്ലേ ഫോണ് ബെല്ലടിച്ചതാടാ. എടാ ഫോണ് വല്ലടിച്ച അയ്യേ ഇതെന്റെ നമ്പറല്ലേ? അപ്പ് ഇതാ എന്റെ അമ്മു. നീ തുളക്കി വന്ന അമ്മുവാണ് എന്റെ അമ്മുമ്മ. ഏയ് അമ്മുവിന്റെ ഷോർട്ട് നെയിമാണ് അമ്മു. അത് നിനക്കറിയാമോ? നീ മാത്രമാണ് ഈ വീട് തിരക്കി പിടിച്ച് വന്നത്. ബാക്കിയുള്ളവരൊക്കെ കൊണ്ട് ആ വഴി വരെ വരുത്തതേ ഉള്ളൂ. അവിടെ അങ്ങ് പോത്തതേ. എന്റെ മോന് ഞാൻ വാടകയ്ക്ക് എടുത്ത് എന്റെ കോട്ട് ഈ ക്യാമറ അമ്മമാരെ പെൻഷൻ പൈസ ഒക്കെ തോന്നുന്നുണ്ട്. പൈസ ഒക്കെ തരാം, ഒന്നും നീ പേടിക്കണ്ട. ഫോട്ടോയുടെ ലുക്കൊക്കെ ഉണ്ട്, പക്ഷെ ഈ കോസ്റ്റ്യൂം പോരാ. ഈ കോസ്റ്റ്യൂമാണ് നിന്റെ പ്രശ്നം. ഞാൻ എന്താ പോയിട്ട് പല്ല് വെച്ച് കുളിച്ച് ഇതാ വരുന്നു. കള്ളയുടെ പൂത്ത കാശുണ്ട്. ഇങ്ങോട്ടോക്കി ഒരുമിച്ച് നമുക്ക് അടിച്ചു മാറ്റാം. ഏത് അതെന്റെ എത്തിക്സിനെ ബാധിക്കുന്ന കാര്യമാണ്, എന്നാലും ഒന്ന് ആലോചിക്കാം. ഏ കുട്ടി, അകത്തൊരു അമ്മ വരുന്നു, കണ്ടായിരുന്നു? ആ അമ്മ വേണ്ട മക്കളെ. ഞാൻ എന്നാ ലുക്കാന്ന്. ഒരു സ്റ്റിൽ എടുക്കട്ടെ. എന്തോന്നുള്ളേ ദർശമനെ കൊണ്ട് ശകുന്തള. സുഹൃത്തെ നിൽക്കൂ, ഇതേ സൂപ്പർ ആയിട്ടുണ്ട്. നമുക്ക് 2 ക്ലിപ്പും കൂടെ എടുക്കണം. നമ്മളെന്താ പറഞ്ഞു പറയാൻ പോന്നേ മാറിക്കൂ. എന്റെ പൊന്നമ്പളി, ഇതെന്റെ കൊച്ചുമോനാണ്. അവന് കല്യാണപ്രായം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അവൻ ഏതോ പെങ്കൊച്ചിനെ സ്നേഹിക്കുന്നു പറയുന്നു. നാണം കൊണ്ടാ. അപ്പോഴേ നമുക്കൊരു സ്റ്റേവ് തീട്ടം എടുക്കാം. എങ്കിൽ അമ്മച്ചി എന്റെ കിടിലൊരു ഐറ്റം ഉണ്ട്. വേണ്ട, ഈ മഞ്ഞ ടവൽ ഇവർ രണ്ടുപേരും ഇങ്ങനെ പുതച്ച് നിൽക്കുന്നു. എന്റെ വക 2 സ്റ്റില് സാധനം സെറ്റ്. അത് മതിയാ. എങ്ങനെ ഉണ്ട്? സൂപ്പറായിട്ടുണ്ട്. അർജുനെ, എനിക്ക് ഈ പെണ്ണിന്റെ ഫോട്ടോ ഇന്ന് കാണണം. അതിനിപ്പോ എന്നാ ഫോട്ടോ ഇഷ്ടം പോലെ അവന്റെ കാണും. കാണിക്കൂ, ഫോട്ടോ കാണിക്കൂ. കാണിക്കടാ. ഫ്രെയിമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി കാണിക്കൂ. ഇതൊക്കെ എന്ത്? ഇതെന്റെ അഞ്ചു അല്ലേ? ഇതെന്റെ അഞ്ജലിയല്ലേ? എടാ, ഞാൻ 15 വർഷമായിട്ട് സ്നേഹിക്കുന്ന എന്റെ പെണ്ണായത്. അയ്യോ, ഞാൻ 10 വർഷമായിട്ട് സ്നേഹിക്കുന്ന എന്റെ പെണ്ണാത്. എടാ, ഇവക്ക് വേണ്ടിയാണ് ഈ ക്യാമറ ഈ തൂക്കിയിട്ടുണ്ട് കിടക്കുന്നത്. എടാ, ഇവക്ക് വേണ്ടി ആ പണിക്ക് പോലും പോകാതെ ഞാൻ ഇവിടെ ജീവിക്കുന്നത്. നീ പോണ്ട, അവളെ ഞാൻ കെട്ടാടാ. ഞാൻ കെട്ടൂടാ അവളെ. അപ്പൊ നീയായിരുന്നല്ലേ ആ ബെസ്റ്റ്? അപ്പൊ നീയാണല്ലോ കാമുകൻ. പറമ്പിലുണ്ട് ഇഞ്ചി, അവളൊന്ന് കൊഞ്ചി, നിങ്ങള് രണ്ടും. അമ്മച്ചി അത് എന്നടാ കന്നി അംഗം കലക്കി. ഇതിന്റെ ചുവട് പിടിച്ച് അങ്ങോട്ട് ഇനിയും കൂടുതൽ അടിപൊളിയാക്കാം. കൂടുതൽ കാര്യങ്ങൾ അവർ പറയും. ഷാജോൻ ചേട്ടാ, നിങ്ങളുടെ കന്നി ഐറ്റം എന്നുള്ള നിലയ്ക്ക് കുഴപ്പമില്ലായിരുന്നു എന്ന് വേണം ഈ പ്രകടനത്തെക്കുറിച്ച് പറയാൻ. നല്ലൊരു ഗൈഡ് നമുക്ക് അവർക്ക് കൊടുക്കാം. അവരുടെ ആദ്യത്തെ ഐറ്റമാണ് നമ്മുടെ ഈ സ്റ്റേജിലാണ് അവർ തുടങ്ങിയിട്ടുള്ളത്. നിങ്ങളുടെ 3 പേരുടെയിലും കുറേ ഐറ്റംസ് ഉണ്ട്, പക്ഷെ അത് നിങ്ങളതൊന്ന് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നല്ല തമാശകളെല്ലാം ഉണ്ടാക്കി നമ്മുടെ ഇവിടുത്തെ ഗ്രൂമേഴ്സിൻ്റെ ഹെൽപ്പോട് കൂടി വേണം ഇനി വരുമ്പോൾ വരാനായിട്ട്. സിബി ഈ പെർഫോം ചെയ്യുന്നതിനിടയ്ക്ക് ഇങ്ങനെ തിരിഞ്ഞിരുന്ന് നമ്മുടെ ബാക്കായി പോകുന്നുണ്ട്, ഓഡിയൻസിന് ബാക്ക് ആവുന്നുണ്ട്. അത് വളരെ ശ്രദ്ധിക്കണം. എപ്പോഴും നമ്മുടെ ഫേസ്, നമ്മൾ ഡയലോഗ് പറയുന്ന ഫേസ് നമ്മുടെ മുൻപിലിരിക്കുന്ന ഓഡിയൻസ് കാണണം. മനസ്സിലായില്ലേ? പിന്നെ നമ്മളിവിടെ ക്യാമറാസ് കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ ഉള്ളതുകൊണ്ട് അവർ ക്യാപ്ചർ ചെയ്യുമായിരിക്കും. എങ്കിലും നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മളിങ്ങനെ പുറം തിരിഞ്ഞ് വരരുത്. ശരത്ത് നന്നായിരുന്നു. ശരത്ത് വളരെ നാച്ചുറലായിട്ട് പെർഫോം ചെയ്യുന്ന പോലെ തോന്നി. നന്ദുവും നല്ലൊരു ആർട്ടിസ്റ്റാണ്. നിങ്ങൾ 3 പേരും നല്ല ആർട്ടിസ്റ്റുകളാണ്. ഓരോരുത്തരെ കുറിച്ച് പറയുമ്പോഴാണ് നന്ദു ആ ക്യാരക്ടർ പിടിച്ചു. ആ ക്യാരക്ടർ അവസാനം വരെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ നോക്കിയിട്ടുണ്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ നിങ്ങളുടെ നല്ല ഉഗ്രൻ ഐറ്റംസ് ഉണ്ട്. അത് ഇനി വരുമ്പോൾ അത് ഭംഗിയാക്കി ക്രിസ്പി ആയിട്ട് നല്ല ഗംഭീരമായിട്ട് കൊണ്ടുവരണം. കാണിച്ച് തിന്നണം. അതെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാജോൻ ചേട്ടാ. നന്ദു, ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണേ, നമ്മൾ അവിടെ സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ഞങ്ങളെ നോക്കരുത്. അതെ, നോക്കരുത്. ഞങ്ങൾ നോക്കാനേ പാടില്ല. നിങ്ങൾ 3 പേരാണ് അവിടെ പെർഫോം ചെയ്യുന്നത്. നല്ല കഴിവുള്ള 3 ആർട്ടിസ്റ്റുകളാണ് നിങ്ങൾ 3 പേരും. ടൈമിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, പക്ഷേ ചില പോരായ്മകൾ പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. പുതിയ പിള്ളേരല്ലേ അല്ലേ? അതുകൊണ്ടാണ് അത്രയും പറഞ്ഞത്. ക്ഷമിച്ചു കൊടുക്കാം. പുതിയ പിള്ളേരല്ല, പുതിയ 3 വലിയവരാണ്. അതാണ്. പിള്ളേരാണെങ്കിൽ പിന്നെ ഇത്ര നമ്മൾ പറയേണ്ട കാര്യമില്ല. അല്ല, നമ്മളെന്ന് പറഞ്ഞാൽ ഇക്കയെ പോലുള്ളവരെ വെച്ച് നോക്കുമ്പോൾ അല്ലേ, കൊച്ചുകുട്ടികൾ കുറ്റം ചെയ്താൽ അത്രേ പറയുള്ളൂ. ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ. നന്ദു സ്റ്റേജിൽ പ്രോഗ്രാം ചെയ്യുന്നുണ്ടോ? നമ്മളെ സ്റ്റേജ് അല്ലേ? ഞാനിവിടെ വന്നപ്പോൾ നമ്മളെ ഗ്രൂമേഴ്സിൽ നമ്മളെ സുഹൃത്തുക്കളെല്ലാം പറഞ്ഞു ആ അമ്മേരെ വേഷം ചെയ്യുന്ന നന്ദു ഗംഭീര ആർട്ടിസ്റ്റാണെന്ന് പറഞ്ഞു. കാരണം ഇവിടെ ഓഡീഷൻ നടക്കുന്ന സമയത്ത്
ഗംഭീര പ്രകടനം കാഴ്ചവെച്ച ഒരു ആർട്ടിസ്റ്റാണ്. അപ്പം ഞാൻ ആ ഒരു ഫീലോട് കൂടിയാണ് സത്യം പറഞ്ഞാൽ ഞാൻ നന്ദുവിൻ്റെ പ്രകടനം കാണാൻ വേണ്ടിയിരുന്നത്. അപ്പം നസീർക്ക പറഞ്ഞതുപോലെ നന്ദു ഓരോ കൗണ്ടർ അടിച്ചിട്ടും അല്ലെങ്കിൽ ഒരു ഡയലോഗ് പറഞ്ഞിട്ട് ഞങ്ങളെ മൂന്നുപേരെയും നോക്കുക, ഞങ്ങളെ നമ്മളെല്ലാവരെയും നോക്കിക്കൊണ്ടിരിക്കുക. അത് നോക്കേണ്ട കാര്യമില്ല, ഞങ്ങളിവിടെ എന്തോ ചെയ്തോട്ടെ. നന്ദുവിൻ്റെ ദൗത്യം എന്ന് പറഞ്ഞാൽ ഈ സ്കിറ്റ് കളിക്കുക, നന്നാക്കുക എന്നുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ മൂന്നുപേരുടെയും ഫസ്റ്റ് ഫ്ലോറാണത്. ഫസ്റ്റ് നിങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലൊരു വലിയൊരു സംരംഭത്തിൽ നിങ്ങൾ പങ്കാളിത്തം ചെയ്യുന്നത് അല്ലേ? പക്ഷേ ഞാനാണെങ്കിൽ ബോധം കെട്ടി വീഴുന്നത്, എന്നെ കൊണ്ട് ഒരിക്കലും പറ്റില്ല. ഇങ്ങനെ പോലും ഇവിടെ പെർഫോമൻസ് ചെയ്യാൻ പറ്റത്തില്ല, സത്യസന്ധമായിട്ട് പറയാം. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഇനി ആയിട്ടുണ്ട് ചെറിയ പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ട്. സ്ക്രിപ്റ്റ് നോക്കുക, ഇനി ഗ്രൂമേറ്റ്സിൻ്റെ അടുത്ത് നിന്ന് പല കാര്യങ്ങളും ചർച്ച ചെയ്ത് മുന്നോട്ട് വരിക. പൊളിക്കാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു അസിസ്ക. ഓക്കെ, കന്നി അംഗത്തിന്റെ മാർക്സ് വേണ്ടേ? ഓരോ മാർക്കിനും 1000 രൂപ വെച്ചുണ്ട്. ഇപ്രാവശ്യമുള്ള തുടക്കമായിട്ട് കണ്ടാൽ മതി. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഒരു സ്റ്റേജിന്റെ എക്സ്പീരിയൻസ് ഉണ്ട്, ഇതവർ പറഞ്ഞു കേട്ടിട്ട് ആ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ കലക്കുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ ആദ്യം ആരാണ് മാർക്സ് കൊടുക്കുന്നത്? സിസ്ക. ഞാൻ 2 മാർക്ക്. 2 മാർക്ക്. അപ്പൊ നമ്മുടെ അക്കൗണ്ടിൽ 2000 രൂപ. 2000 രൂപ. ഓക്കെ, ഞാൻ ഒട്ടും കുറയ്ക്കുന്നില്ല. 2 മാർക്സ്. 2 മാർക്ക്. അപ്പൊ നമുക്ക് ടോട്ടൽ 4000 രൂപ കിട്ടി. 4000 രൂപ. ഫൈനൽ മാർക്ക് ടോട്ടൽ എമൗണ്ട് ആയിട്ട് കാണിക്കും. ഓക്കെ, അത് നസീർക്കയുടെ മാർക്കാണ്. ഞാൻ പറയൂല, അത് അവിടെ കാണിക്കും. അതെ, പറയാൻ അറിയത്തില്ല അത്രയും വലിയ എമൗണ്ട്. എനിക്ക് 4 മേളി എണ്ണ അറിയില്ല. അപ്പൊ നമുക്ക് ടോട്ടൽ മാർക്സ് എത്രയാണ്, ടോട്ടൽ എമൗണ്ട് എത്രയാണെന്ന് നോക്കാം. ഓക്കെ, ഓക്കെ. കന്നി അംഗത്തിന് ഇതൊരു നല്ല തുകയാണ്. അതെ, ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഇത് കിട്ടിയതാണ് കേട്ടോ. അടുത്ത പ്രാവശ്യം ഇതുണ്ടാവില്ല. ഇതുപോലെ വന്നാൽ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. അടുത്ത പ്രാവശ്യം ഗംഭീരമായിട്ട് വന്നാൽ ഇതിന്റെ മേളിൽ കിട്ടും. അങ്ങനെ അതാണ്. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന്. അപ്പൊ ചേട്ടാ, അടുത്ത വരാൻ പോകുന്ന ഐറ്റം എന്ന് പറഞ്ഞ 1.5 സ്റ്റാൻഡപ്പ് കോമഡിയാണ്. വിളിക്കട്ടെ? പിന്നെ വിളിക്കും. അടുത്ത ആള് പൊരട്ടി. നമസ്കാരം. എന്താ ഒരു ഉഷാറില്ലാത്ത പോലെ? ആരോ ഉന്തിത്തള്ളി വിട്ട പോലെ. ജീവയെ കാണുന്നവരെ ഒരു ഉഷാറില്ല, ജീവയെ കണ്ടപ്പോ ഒരു ജീവനൊക്കെ വന്നു. അങ്ങനെ പറ. നസീർക്ക പരിചയപ്പെട്ടോളൂ. നസീർക്ക ഒരു അവസരം ചോദിച്ചിരിക്കുക. ഈ അവസരം നസീർക്ക. എന്താണ് താങ്കളുടെ പേര്? എന്റെ പേര് ലിയ അൻഷാദ്. എവിടെയാണ് വീട്? പാലക്കാട് ആലത്തൂർ എന്നാണ് വരുന്നത്. പാലക്കാട് ആലത്തൂർ. ഇനി നമ്പരും ചോദിക്കും, പറയല്ലേ? അത് വേറൊരു കാരണം, ജൂനിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല. അത് നല്ലൊരു തമാശയല്ല. നല്ല തമാശ നമ്മൾ അംഗീകരിക്കണം. പിന്നെ അതിനകത്ത് കുറച്ച് സത്യമുണ്ട്, അത് വേറെ തമാശ. നമ്മൾ പറഞ്ഞു തീർത്തത് ഈ പാലക്കാട് ആലത്തൂർ വീട്. നെക്സ്റ്റ്. അതുവരെ ഓക്കെ ആയിട്ടുണ്ടോ? പെർഫെക്റ്റ്. ഇനി അങ്ങോട്ടൊന്നുമില്ല. അങ്ങേറ്റത്തിരിക്കുന്ന ആളിയും നീ ബാക്കി ലിയ ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് വീഡിയോ ഇട്ടുണ്ടല്ലേ? ഞാൻ കണ്ടിട്ടുണ്ട്. ചെക്ക് ചെയ്യാറുണ്ട്. ഇവനെ ഒരെണ്ണം പിടിയല്ല, പെണ്ണുങ്ങൾ ചെയ്യുന്ന എല്ലാ പരിപാടിയും. അത് നമുക്ക് കലക്കി. സംഭവമല്ല, ഇന്നലെ രാത്രി ഇതിന്റെ ലിങ്ക് എനിക്ക് നസീർ കഴിച്ചെന്ന്. എടാ, കേരളത്തിലുള്ള മുഴുവൻ ആൾക്കാർക്കും അറിയാം എനിക്ക് മൊബൈൽ ഉപയോഗിക്കാൻ അറിയത്തില്ല എന്ന്. അത് നിനക്കറിയോ? അറിയില്ല. ആകപ്പാടെ ഹലോ, എന്തുണ്ട്, ഏതാണ്, അത്രയോ എന്നാണ് വെപ്പ്. രാത്രി പോണം. ഒരു കൊച്ചിവിടെ നിൽക്കുന്നു. അതെ, എനിക്ക് മോളെ ഇതൊന്നും കണ്ട് മോളുടെ പഠിച്ചോണ്ട് വന്ന കാര്യങ്ങളും പ്ലാൻ ചെയ്ത കാര്യങ്ങളൊന്നും വിട്ടുപോകരുത്. ഇതിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ലിയ ഇവിടെ വന്ന് എന്താണ് ജീവയുടെ ഫസ്റ്റ് കൗണ്ടർ, അത് കേൾക്കുമ്പോൾ അറിയാം എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ടെന്നുള്ള കാര്യം. അപ്പൊ അതിനു വേണ്ടി ഞങ്ങൾ വെയിറ്റിംഗ് ആണ് മോളെ. തകർത്തോ, ഒന്നും നോക്കണ്ട, മാത്രമേ ഉള്ളൂ. അപ്പൊ ലിയ ഇത് ഐറ്റം വേറെ. അതാണ് പിന്നെ. നമസ്കാരം, ഞാൻ ലിയ. ലോകത്തിന്റെ എല്ലായിടത്തും ഒരു മലയാളി ഉണ്ടാവും എന്ന് പറയുന്ന പോലെയാണ് ആ മലയാളിക്കൊക്കെ ഓരോ പ്രശ്നം ഉണ്ടാവും. പ്രശ്നം എന്താണെന്നറിയാൻ പ്രശ്നം വെച്ച് നോക്കുന്നവരാ നമ്മൾ മലയാളികൾ. ഈ മലയാളി ലോകത്തിന്റെ ആ അറ്റത്ത് എത്തിയതിന് പിന്നിൽ ഒന്നില്ലെങ്കിൽ നാട്ടിൽ വല്ല പ്രശ്നം ഉണ്ടാക്കിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഉള്ള പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ടായിരിക്കും. നിങ്ങൾക്കറിയോ, WACയുടെ ഈ വർഷത്തെ കണക്കനുസരിച്ച്, ജീവയുടെ മുഖം കണ്ടാ അറിയാം WAC മനസ്സിലായില്ലല്ലേ? പറഞ്ഞുതരാം. WACയുടെ ഈ വർഷത്തെ കണക്കനുസരിച്ച് 99.9% ആളുകളും ഡെയിലി 10 തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. എന്താ അല്ലേ? ഇത് കേട്ടപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് മൂഡ് ഓഫ് ആയില്ലേ? ഇതാണ് മലയാളിയുടെ പ്രശ്നം. ആരെങ്കിലും വന്നൊരു സംഘടനയുടെ പേരും കുറച്ച് കണക്കും അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അങ്ങോട്ട് വിശ്വസിച്ചോളും. അങ്ങനെ ഇന്ന കണക്കൊന്നൊന്നുമില്ല. പക്ഷേ എല്ലാവർക്കും ഓരോരോ പ്രശ്നമുണ്ട്.
എൻ്റെ കൂട്ടുകാരന് പേരാണ് പ്രശ്നം. അവൻ്റെ പേര് ആൽഡൻ എന്നാണ്. ഇതാദ്യമായിട്ട് കേൾക്കുന്ന എല്ലാവരും അവനോട് ചോദിക്കും ഡാൽഡയോ? ഡാൽഡയല്ല ആൽഡൻ എന്ന് പറഞ്ഞ് മടുത്തപ്പോൾ അവൻ ഗസറ്റിൽ കൊടുത്ത് പേരങ്ങ് മാറ്റി മനോജ്. ഇപ്പം അവനെ നാട്ടുകാരൊക്കെ നല്ല രീതിയിൽ ഡാൽഡ മനോജ് എന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എൻ്റെ കൂട്ടുകാരി ഉണ്ട് കേട്ടോ, അവളുടെ പ്രശ്നം നാക്കാണ്. അവൾ എന്ത് പറഞ്ഞാലും അത് പിന്നീട് സംഭവിക്കും. അപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവൾ എന്നോട് പറഞ്ഞു, എടി പുഴ ഇനിയും ഒഴുകും, നമ്മൾ വീണ്ടും കാണുമെന്ന്. സത്യമായിരുന്നു. കഴിഞ്ഞ പ്രളയത്തിൽ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലെ പുഴയിലൂടെ അവൾ ഒഴുകി പോകുന്നത് ഞാൻ കണ്ടായിരുന്നു. പക്ഷേ എൻ്റെ പ്രശ്നമൊന്നും അല്ല കേട്ടോ. എനിക്ക് 3 പ്രശ്നങ്ങളാണുള്ളത്: തടി, മുടി, മടി. എൻ്റെ തടി പെട്രോളിൻ്റെ വില പോലെ കൂടിക്കൊണ്ടേ ഇരിക്കുമ്പോൾ മുടിയാണെങ്കിൽ ഗ്യാസിൻ്റെ സബ്സിഡി പോലെ കുറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ മടി, അതിനൊരു ഉപമ കണ്ടുപിടിക്കാൻ പോലും എനിക്ക് മടിയാണ്. ഈ മുടി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മുടിയൊക്കെ പോയി ഞാനൊരു കഷണ്ടിനി ആവുമോ എന്നാണ് എൻ്റെ പേടി. ഈ മുടി കൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ടേ വീട്ടിലുള്ള നെല്ലിക്ക, താന്നിക്ക, കോവയ്ക്ക, കൈപ്പയ്ക്ക, മുരിങ്ങയില, കറിവേപ്പില, ചെമ്പരത്തിയില, വീട്ടിലെ ആടിൻ്റെ വായിലിരിക്കുന്ന പ്ലാവില വരെ പറിച്ചെടുത്ത് ഞാൻ എണ്ണ കാച്ചി നോക്കി, രക്ഷയില്ല. അതുപോലെ തന്നെയാണ് എൻ്റെ തടി കുറയാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗ്രീൻ ടീയെ കുറിച്ച് അറിയുന്നത്. പക്ഷേ ആക്സിഡൻ്റായിട്ട് റോഡിൽ കിടക്കുന്നവൻ്റെ അടുത്ത് പാരസെറ്റാമോൾ കഴിച്ചാൽ മതി കേട്ടോ എന്ന് പറയുന്ന പോലെയാണ് ഞാൻ ഗ്രീൻ ടീ ഉപയോഗിച്ചത്. കണ്ടതെല്ലാം വലിച്ചു വാരി തിന്നിട്ട് അവസാനം ഒരു ഗ്ലാസ് ഗ്രീൻ ടീ കുടിക്കും. അത് ഭയങ്കര കയ്പായതുകൊണ്ട് ഒരു സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട്. ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും നിനക്ക് മാത്രമേ പ്രശ്നമുള്ളൂ എന്ന്. അല്ല, സെലിബ്രിറ്റീസ് ആയ ഇവരെ പോലുള്ളവർക്കും ഇഷ്ടം പോലെ പ്രശ്നമില്ലേ? അയ്യോ, അങ്ങനെ ഇടയ്ക്ക് പറയല്ലേ. ഇവർക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇവരൊക്കെ ഈ ഫോട്ടോസൊക്കെ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ ചിലർ തള്ളേ പൊളിന്ന് കമൻ്റ് ഇടും, ചിലർ തല്ലിപ്പൊളിന്ന് കമൻ്റ് ഇടും. നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അതുപോലെ തന്നെയാണ് ഇവർ നേരിടുന്ന അടുത്ത പ്രശ്നമാണ് ആശംസാ വീഡിയോ. ആരാന്ന് പോലും അറിയാത്തവൻ്റെ വീട്ടിൽ കുട്ടി വന്നാലും പട്ടി പറ്റാലും ഒക്കെ ഇവർ ആശംസ പറയണം. എൻ്റെ കൂട്ടുകാരൻ ഒരു 2 വർഷം മുമ്പ് ഒരു സെലിബ്രിറ്റിയോട് ആശംസ വീഡിയോ ചോദിച്ചു. എന്തിനാണെന്നറിയോ? കോവിഡ് ടെസ്റ്റിൽ പോസിറ്റീവ് കിട്ടിയത്. അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ്റെ ലൈഫിൽ ഒരു റിസൾട്ട് പോസിറ്റീവായത് അത് ടെസ്റ്റ് ചെയ്തപ്പോൾ മാത്രമാണ്. അപ്പോൾ അദ്ദേഹം അവനോട് മാന്യമായിട്ട് പറഞ്ഞു, മോനെ ഇതൊന്നും ശരിയല്ല, മോശമല്ലേ എന്ന്. അപ്പം തന്നെ ഇവൻ ഫേസ്ബുക്കിൽ വീഡിയോ ഇട്ടു, ഇയാൾക്ക് ഭയങ്കര ജാടയാണ്, പിന്നെ അഭിനയിക്കാനും അറിയില്ല എന്ന്. ഈ ജാട വല്ലാത്തൊരു പ്രശ്നമാണ് കേട്ടോ. ഈ ഷാജോൻ ചേട്ടൻ അവിടെ നിൽക്കുമ്പോഴേ ഞാനും എൻ്റെ കൂട്ടുകാരിയും കൂടെ സെൽഫി എടുക്കാൻ പോവാമെന്ന് വിചാരിച്ചു. പക്ഷേ ഷാജോൻ ചേട്ടൻ്റെ മുഖത്തൊരു ഭാവം, ഞങ്ങൾ വിചാരിച്ചു എന്തൊരു ജാടയാണ് ഇയാൾക്കെന്ന്. പക്ഷെ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് മനസ്സിലായത് പുള്ളി ആ ഭാവം കൊണ്ട് നേരെ പോയത് ബാത്റൂമിലേക്കാണ്. പുള്ളിയുടെ വയറിൻ്റെ ഒരു വിഷമമാണ് ആ മുഖത്ത് കണ്ടതെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. സോറി ചേട്ടാ, സോറി. ഇവർക്ക് ഇതാണ് പ്രശ്നമെങ്കിൽ സാധാരണക്കാർക്ക് എപ്പോഴും പൈസയാണ് പ്രശ്നം, അല്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിലെ 90% പ്രശ്നങ്ങളും പൈസ ഉണ്ടെങ്കിൽ തീർന്നേനെ, അല്ലേ ചേട്ടാ? ഞങ്ങളുടെയൊക്കെ ജീവിതം എന്ന് വെച്ചാലേ ചേട്ടാ ഈ KSRTC ബസ് പോലെയാ. ഏത് റൂട്ടിൽ കൂടെ പോയാലും നഷ്ടം മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം അത് ഇലക്ട്രിക് സ്കൂട്ടർ പോലെയാ, വരുന്നതും പോകുന്നതും ഒന്നും അറിയുന്നേ ഇല്ല. പിന്നെ ചിലവന്മാരുണ്ട് കേട്ടോ, ചിലവന്മാർ സ്റ്റാറ്റസ് ഇടും പണം കൊണ്ട് സന്തോഷം വാങ്ങാൻ പറ്റില്ല എന്നൊക്കെ. എൻ്റെ വീടിനടുത്തൊരു ചേട്ടൻ എപ്പോഴും ഇതാണ് സ്റ്റാറ്റസ്. കഴിഞ്ഞ പുള്ളിയുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് വാങ്ങാൻ പൈസ ഇല്ലാതെ ഭാര്യ വീട്ടിൽ കയറ്റാതായപ്പോൾ പുള്ളി സ്റ്റാറ്റസ് അങ്ങ് മാറ്റി. ദാമ്പത്യവും കിടക്കയും തമ്മിലും ബന്ധമുണ്ട്, പണവും സന്തോഷവും തമ്മിലും നല്ല ബന്ധമുണ്ട്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ ഷാജഹാൻ ചക്രവർത്തിയൊക്കെ വലിയ ഹൈ ക്ലാസ് ആയതുകൊണ്ട് താജ്മഹാളൊക്കെ പണിഞ്ഞ് സന്തോഷമായിട്ട് അങ്ങോട്ട് ജീവിച്ച്. ഇയാളൊരു സാധാരണക്കാരനായിരുന്നെങ്കിലോ താജ്മഹാൾ പണിയാൻ പോയിട്ട് താലിമാല പണിയാൻ പോലും പുള്ളിയുടെ പൈസ ഉണ്ടാവില്ല, ലോൺ എടുക്കേണ്ടി വന്നേനെ. അല്ലെങ്കിലും ഈ ലോണും കടവും ഇൻസ്റ്റാൾമെൻറ്റും ഒക്കെ നമ്മളെപ്പോലുള്ള പാവങ്ങളെ ലക്ഷ്യം വെച്ചിട്ടാണല്ലോ. പക്ഷേ എൻ്റെ വീട്ടുകാർക്ക് ഇൻസ്റ്റാൾമെൻറ്റാണ് ഇഷ്ടം. 1 രൂപയുടെ സാധനമാണെങ്കിലും 25 പൈസ 4 പ്രാവശ്യം അടച്ചു തീർത്താലേ അവർക്ക് സമാധാനമാവുള്ളൂ. ഈ കടവും ഇൻസ്റ്റാൾമെൻറ്റും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് കേട്ടോ. കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ഈ ലിവിങ് ടുഗദർ പോലുള്ള റിലേഷൻ പോലെയാണ്. നമ്മൾ കടം വാങ്ങുന്നു, പൈസ കൊടുക്കുന്നു, ആ ബന്ധം തീരുന്നു, ഓക്കെ. പക്ഷേ ഇൻസ്റ്റാൾമെൻറ്റ് അങ്ങനെയല്ല, കല്യാണം കഴിച്ചതുപോലെയാണ്. ആ ബന്ധം തീർക്കണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടി വരും. ഇന്ന് കാലത്ത് ഒരു ഭാര്യയും ഭർത്താവും, സാധാരണക്കാരായ ഒരു ഭാര്യയും ഭർത്താവും ബൈക്കിൽ കെട്ടിപ്പിടിച്ച് ചിരിച്ച് കളിച്ച് സന്തോഷമായിട്ട് പോകുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ അവരുടെ ലോണ് പാസ്സായിട്ടുണ്ട്. പക്ഷേ ആ സന്തോഷമൊന്നും ലോണ് തിരിച്ചടയ്ക്കുമ്പോൾ കിട്ടണമെന്നില്ല. അതുവരെ മുറ്റത്തെ മുല്ലായിരുന്ന ലോണൊക്കെ ഒരടവ് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ പറമ്പിലെ ചൊറിയണവും നമ്മളെ കയറി അങ്ങ് ചൊറിയാൻ തുടങ്ങും. മുമ്പൊക്കെ ആണെങ്കിൽ വീടിൻ്റെ മുന്നാധാരം, പിന്നാധാരം, അടിയാധാരം, എന്തിന് അപ്പൂപ്പൻ്റെ കുഴിമാടത്തിലെ അസ്ഥിവാടം വരെ കാണിച്ചു കൊടുത്താലേ ബാങ്കിൽ നിന്ന് ലോണ് തരുള്ളൂ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ഒരൊറ്റ ആധാർ കാർഡും ഒരാപ്പ് മതി നമുക്ക് ലോൺ റെഡി. പക്ഷേ ബാങ്കിലെ ലോൺ അടച്ചില്ലെങ്കിൽ ജപ്തി നോട്ടീസ് വരുമോയെന്നാണ് പേടിയെങ്കിൽ, ആപ്പിൽ നിന്ന് എടുത്തിട്ട് ലോൺ അടച്ചില്ലെങ്കിൽ നഗ്ന ഫോട്ടോസ് വരുമോയെന്നാണ് പേടി. ഈ പേടിയില്ലാത്ത ഒരാളെ എനിക്കറിയാം. ആരാന്നറിയോ? സണ്ണി ലിയോൺ.
ഈ ബാങ്കുകാര് ചില സമയത്ത് ഒരുമാതിരി ചതിയന്മാരാ. ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് വാങ്ങാൻ വേണ്ടി സൂക്ഷിച്ച് അക്കൗണ്ടിൽ ഇട്ട് വെച്ചിരുന്ന 500 രൂപ കറക്റ്റ് ബർത്ത്ഡേയുടെ തലേ ദിവസം സർവീസ് ടാക്സ് എന്നും പറഞ്ഞിട്ട് പിടിച്ചിട്ട് പിറ്റേന്ന് എനിക്ക് മെസ്സേജ് അയക്കുക ഹാപ്പി ബർത്ത്ഡേ എന്ന്. ഞാൻ ഇതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലേ? അത് തീർക്കാൻ ഇപ്പോൾ കുറേ ചാനലുകളുണ്ട്. വെറും 4 പേര് മാത്രം അറിയുന്ന പ്രശ്നം നാട്ടുകാരെയും 4 ഭൂഖണ്ഡവും മുഴുവനും അറിയിച്ചിട്ട് പരിപാടിക്ക് പേരിട്ടിരിക്കുക ജീവിത രഹസ്യം. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിൽ നിന്നാണ് ഞാൻ വരണേ. അപ്പം നിങ്ങളൊക്കെ ചിരിച്ചാൽ എൻ്റെ പകുതി പ്രശ്നം തീരും. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതം ഒരു കടങ്കഥയാകും. അതെ, കടം വാങ്ങിയ കഥകൾ മാത്രം. താങ്ക് യു. അടിപൊളി അടിപൊളി, നല്ല കൈഡി വരട്ടെ. അടിപൊളി അടിപൊളി മോളെ, അടിപൊളിയായിരുന്നു ഷാജി ചേട്ടാ. ലിയ ഗംഭീരായിരുന്നു മോളെ. ആ ഒരു പ്രസന്റേഷനും എന്താണ് എല്ലാ ഏരിയയും പിടിച്ച് വന്നു. പ്രശ്നത്തിലാണ് തുടങ്ങിയത് ജീവ. അതിന് മുമ്പ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ ഒത്തിരി ആ പ്രശ്നം പറയുമായിരിക്കും. ഈ പ്രശ്നം പറയുമെന്ന് വിചാരിച്ചു മോള്. ഞങ്ങൾക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ കണ്ടെത്തിയ കണ്ടന്റുകൾ അതിൽ നമ്മൾ കണക്ട് ചെയ്ത് പോയ വാക്കുകളെല്ലാം നല്ല ഒറ്റ ഒഴുക്കിലാണ്. കാര്യം ഒരെണ്ണത്തിന് വേണ്ടിയിട്ട് അഡീഷണൽ ആയിട്ട് ഒന്നും കുത്തി കയറ്റിയിട്ടില്ല. എല്ലാം നല്ല രസത്തിൽ നല്ല വൃത്തിയായിട്ട് അവതരിപ്പിച്ചു. നന്നായിട്ടുണ്ട് മോളെ, അടിപൊളി. കാരണം നമ്മൾ ഇത് സ്റ്റാൻഡപ്പ് കോമഡി ഒരു ഹ്യൂമറിന് വേണ്ടി ചെയ്യുന്നതാണെങ്കിൽ പോലും ഇതിനകത്ത് കിടക്കുന്ന ആ കണ്ടന്റുകൾ അല്ലേ, നമുക്കൊരു മെസ്സേജും കൂടെയാണ് തരുന്നത്. ഗംഭീരമായിരുന്നു. ഇടയ്ക്ക് ഒരു സാധനം നമ്മൾ അറിയാതെ വന്നപ്പോൾ ഇടയ്ക്ക് ഒന്നും പറയല്ലേ, അതാ ഒഴുക്കിൽ ആ ഒഴുക്കിൽ കറക്റ്റാ പഠിച്ചു വെച്ചിരിക്കല്ലേ. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും ഇതുപോലെ നല്ല നല്ല ഐറ്റങ്ങളുമായിട്ട് നമ്മുടെ പുതിയ പ്രശ്നങ്ങളുമായിട്ട് ഇത് ഐറ്റം വേറെയാണ്. പൊളിക്കാം കേട്ടോ. താങ്ക് യു. അപ്പൊ തുടക്കം ഗംഭീരമായല്ലേ? ഇതിലും ഗംഭീര ഐറ്റങ്ങളുമായിട്ട് ഇനി നമുക്ക് കാണാം. ഓക്കെ, ബൈ. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡ് നമ്മൾ ആദ്യം ഗംഭീരമായിട്ട് പൂർത്തിയാക്കി. നമ്മുടെ 3 ജഡ്ജസിന് ഇങ്ങോട്ടേക്ക് വരാം പ്ലീസ്. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്? എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ ബെറ്ററായി തന്നെയാണ് നമ്മൾ വരുന്നത്. നമ്മൾ പെർഫോം ചെയ്യുന്ന നമ്മുടെ ടീമുകളാണെന്നുണ്ടെങ്കിലും ജീവയാണ് പിന്നെ കുറച്ച് നന്നാവാനുള്ളത് അല്ലേ? നീ കുറച്ചുകൂടി നന്നാണ്, കുറച്ച് വരാനുണ്ട്. ജീവയെ നമ്മളടുത്തുനിന്ന് മാറ്റണം. അല്ല ഒരു നിങ്ങൾ ഒന്നായില്ലയോ? ഗുരു, എന്റെ ഗുരു അങ്ങനെ പറഞ്ഞ ഗുരു. അതെ എപ്പിസോഡ് കഴിയാറായതുകൊണ്ട് അടുത്ത എപ്പിസോഡ് ഒരു കാര്യം പറയാം കേട്ടോ. നമ്മുടെ ഓരോ എപ്പിസോഡ് കഴിയും തോറും നമ്മുടെ കളിച്ച് പോയവരും ഇനി കളിക്കാൻ വരാനുള്ളവരും ഭയങ്കര എനർജി വരുള്ളൂ. എന്നാലും ഇവിടെ പറ്റുള്ളൂ. കാര്യം വേറെയാടാ, അത് മനസ്സിലാക്കണം. ഇന്നത്തെ ഏതാണ്ട് ഞങ്ങളുടെ ഐറ്റങ്ങളൊക്കെ കഴിഞ്ഞു. അടുത്ത ഐറ്റങ്ങളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. പവർഡ് ബൈ മൈറ്റി ഫ്യൂച്ചർ. ഗുഡ് നൈറ്റ്.